ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. ഇന്നത്തെ തൊഴിൽ വാർത്തകൾ. വിവിധ സർക്കാർ വകുപ്പുകളിൽ താൽക്കാലിക ഒഴിവ്. ഇപ്പോൾ അപേക്ഷിക്കാം. പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ക്ലീനിംഗ് ജോലി, ലെക്ചറർ ഗ്രാഫിക്സ്, കേരള ലോകായുക്ത രജിസ്ട്രാർ, പാരാലീഗൽ വോളണ്ടിയർമാർ, അങ്കണവാടി കം കൃഷി ഹെൽപ്പർ, കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡിൽ മാനേജർ, അധ്യാപകർ എന്നിവരെ ആവശ്യമുണ്ട്. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ താൽക്കാലിക തസ്തികകളിൽ ഒഴിവുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ക്ലീനിംഗ് ജോലികൾക്കും അപേക്ഷ ക്ഷണിച്ചു. പ്രസ്തുത തസ്തികകളിലേക്ക് താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഏപ്രിൽ 22 രാവിലെ 10:30 സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ വെച്ച് നടത്തുന്നതാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ആവശ്യമായ യോഗ്യത +2, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. 6 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. സ്വീപ്പർ തസ്തികയിൽ 8ാം ക്ലാസ് ആണ് യോഗ്യത. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും ഹാജരാക്കണം. ലെക്ചറർ ഗ്രാഫിക്സ് തസ്തികയിൽ ഒഴിവ്. സംസ്ഥാനത്തെ ഒരു സർക്കാർ കോളേജിൽ ലെക്ചറർ ഗ്രാഫിക്സ് തസ്തികയിൽ ETB, ഈഴവ, തീയ, ഭില്ലവ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. ETB വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ മറ്റു വിഭാഗത്തിലെ ഓപ്പൺ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികളെ സംവരണക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കും. ഗ്രാഫിക്സിൽ 55% മാർക്കിൽ കുറയാത്ത ഫസ്റ്റ്, സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ഗ്രാഫിക്സിൽ സെക്കൻഡ് ക്ലാസ് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റി സ്ഥാപനത്തിൽ നിന്നുള്ള ബിരുദത്തിന് തുല്യമായ ഡിപ്ലോമ, 55%-ൽ കുറയാത്ത മാർക്ക് വേണം എന്നിവയാണ് യോഗ്യത. പ്രായപരിധി 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. 1/1/2023 50 വയസ്സ് കവിയാൻ പാടില്ല. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഏപ്രിൽ 19 ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള NOC ഹാജരാക്കണം. കേരള ലോകായുക്ത രജിസ്ട്രാർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള ലോകായുക്തയിലെ രജിസ്ട്രാർ തസ്തികയിലേക്ക് കേരള ഹയർ ജുഡീഷ്യൽ സർവീസിൽ നിന്ന് ജില്ലാ ജഡ്ജിയായി വിരമിച്ച ജുഡീഷ്യൽ ഓഫീസർമാരിൽ നിന്ന് പുനർനിയമന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2 വർഷമാണ് കാലാവധി. പ്രായപരിധി 68 വയസ്സാണ്. കോടതി ഭരണകാര്യങ്ങളിൽ നൈപുണ്യവും നിയമപരിജ്ഞാനവുമുള്ളവർക്ക് മുൻഗണനയുണ്ടാവും. തിരഞ്ഞെടുക്കുന്ന അപേക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുമ്പാകെ അഭിമുഖത്തിന് ക്ഷണിക്കും. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ മെയ് 3 മുൻപായി രജിസ്ട്രാർ ഇൻചാർജ്, കേരള ലോകായുക്ത ഓഫീസ്, വികാസ് ഭവൻ, PO, തിരുവനന്തപുരം 695033 എന്ന വിലാസത്തിൽ ലഭിക്കണം. വിശദ വിവരങ്ങൾക്ക് 047123000362, വെബ്സൈറ്റ് www.lokayuktakerala.gov.in. പാരാലീഗൽ വോളണ്ടിയർ നിയമനം. കുട്ടികളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, കാണാതാകൽ തുടങ്ങിയ കേസുകളിൽ നിയമസഹായം നൽകുന്നതിന് പാരാലീഗൽ വോളണ്ടിയർമാരുടെ നിയമനത്തിന് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി അപേക്ഷ ക്ഷണിച്ചു.
10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമാണ് യോഗ്യത. ബിരുദം, ബിരുദാനന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പോലീസ് സ്റ്റേഷനുകളിലെ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഡിഗ്രി, MSW ഉൾപ്പെടെയുള്ള ഉന്നത ബിരുദങ്ങൾ അധിക യോഗ്യതയായി കണക്കാക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 24 വൈകുന്നേരം 5 മണിയാണ്. ഇന്റർവ്യൂ തീയതി ഏപ്രിൽ 29. അപേക്ഷകൾ തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ്, ADR സെന്റർ, ജില്ലാ കോടതി കോംപ്ലക്സ്, മഞ്ചിയൂർ, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ സമർപ്പിക്കാം. അങ്കണവാടി കം കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികയിൽ നിയമനം. അങ്കമാലി ICDS പ്രൊജക്ട് ഓഫീസ് പരിധിയിലെ കറുകുറ്റി പഞ്ചായത്ത് 13ാം വാർഡിലെ 94ാം നമ്പർ അങ്കണവാടി കം കൃഷിയിലേക്ക് ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വാർഡിൽ സ്ഥിരതാമസക്കാരായ 18നും 35നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 24 വൈകിട്ട് 5 വരെ അങ്കമാലി ബ്ലോക്ക് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന അങ്കമാലി ICDS പ്രൊജക്ട് ഓഫീസിൽ സ്വീകരിക്കും. പരീക്ഷയില്ലാതെ കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡിൽ ജോലി നേടാം. ശമ്പളം 46,000 രൂപ. കേരള കാഷ്യൂ ബോർഡ് ലിമിറ്റഡിൽ മാനേജർ തസ്തികയിൽ അവസരം. ഒരു ഒഴിവാണ് ഉള്ളത്. കരാർ നിയമനം. 40 വയസ്സിൽ താഴെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാനാകുക. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഗ്രി ബിസിനസ്സിൽ MBA പാസ്സായിരിക്കണം. അതുമല്ലെങ്കിൽ തത്തുല്യ PG ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാം. പ്രക്യൂവർമെന്റ് മാർക്കറ്റിംഗിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 45,000 രൂപ ശമ്പളമായി ലഭിക്കും. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ 23. കൂടുതൽ വിവരങ്ങൾക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വെബ്സൈറ്റ് പരിശോധിക്കാം. അധ്യാപകരെ ആവശ്യമുണ്ട്. കല്ലറക്കടവ് ആൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് 2025-26 അധ്യയന വർഷം UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ട്യൂഷൻ എടുക്കുന്നതിന് താൽക്കാലിക അടിസ്ഥാനത്തിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന പ്രവൃത്തി പരിചയമുള്ള ട്യൂഷൻ ടീച്ചർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. UP വിദ്യാർത്ഥികളെ എല്ലാ വിഷയവും പഠിപ്പിക്കുന്നതിന് +2, പ്രീ ഡിഗ്രി, TTC ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം. നാച്ചുറൽ സയൻസ്, ബയോളജി, സോഷ്യൽ സ്റ്റഡീസ്, ഫിസിക്കൽ സയൻസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി വിഷയങ്ങളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് B.Ed, PG യോഗ്യതയുള്ള അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബയോഡാറ്റയും അപേക്ഷയും ഏപ്രിൽ 30 വൈകിട്ട് 5-നകം ഇലന്തൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 9544788310, 8547630042. കോന്നി മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ കടാവർ അറ്റൻഡറെ തിരഞ്ഞെടുക്കുന്നു. ഏപ്രിൽ 22 രാവിലെ 10:30 നടക്കുന്ന അഭിമുഖത്തിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ള 50 വയസ്സിൽ താഴെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. മുൻപരിചയമുള്ളവർ തിരിച്ചറിയൽ രേഖ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും പ്രവൃത്തിപരിചയ സാക്ഷ്യപത്രവും സഹിതം ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0468234482 23448003. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.